ഞാൻ ഈ മുടിക്കെട്ട് അഴിച്ചിട്ട് ഞാനൊന്ന് കുളിച്ചിട്ട് ആക്ച്വലി 7 ദിവസം ആയാൽ മതിയായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഹെയർ വാഷ് ഡേ വരുമ്പോഴത്തേക്ക് ഞാൻ പനിച്ച് കിടന്ന് എനിക്ക് കഴുകാനേ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 9 ദിവസം ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് റിക്കവർ ആവുന്നതിന് മുമ്പേ സഹിക്കണുണ്ടായിരുന്നില്ല. ഒടുക്കത്തെ ഡാൻഡ്രഫ്, ഒടുക്കത്തെ കടി, പിന്നെ നാറ്റം. അത് കാരണം ബോധം കാണുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കുളിച്ചേക്കാം. ഇത്രയും ദിവസം മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നല്ല ജട ഉണ്ടായിരുന്നു. അപ്പോൾ കൈ കൊണ്ട് തന്നെ ജടപ്പെടുത്തി കളയേണ്ടി വന്നു. ആൻഡ് ലുക്ക് അറ്റ് ദ ഹെയർ ഫോൾ. എണ്ണ ഒന്നും അപ്ലൈ ചെയ്തില്ല, കാരണം കുറേ ദിവസം കഴിഞ്ഞ് കുളിക്കുകയല്ല. അപ്പോൾ നോൺ ഡ്രൈയിങ് ആയിട്ടുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഫോമിംഗ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ബോഡി വാഷ് യൂസ് ചെയ്തു. എന്നിട്ട് ആലം യൂസ് ചെയ്ത് ഫൈനലി ഞാൻ കുളിച്ചു. ആൻഡ് ഗസ് വാട്ട്, കുളിച്ച് കുട്ടപ്പിയായി ഞാൻ സോളോ മൂവി ഡേറ്റ് പോയി. ആക്ച്വലി ഈ ഒരു മൂവിയിൽ തിയേറ്ററിൽ വന്നിട്ട് ഒരു മാസമായി. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പേ ഞാൻ വേഗം പോയി കണ്ടതാട്ടാൻ പോയ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പതുക്കെ ആൾക്കാർ വരാൻ ഞാൻ സെൻട്രൽ റിക്ലൈനർ സീറ്റാട്ടോ സെലക്ട് ചെയ്ത്, വിച്ച് വാസ് സോ വർത്ത് ഇറ്റ്. ആൻഡ് ഇത് ഭഗവാൻ കൃഷ്ണനുള്ള ഒരു ഗുജറാത്തി മൂവിയാണ് കോൾഡ് ലാലോ കൃഷ്ണ സദാ സഹായത്തെ. बराबर, तो कर्म करेगा, मेहनत करेगा, परिणाम जे होगा. മൂവി കഴിഞ്ഞു, പക്ഷെ അതിന്റെ ഹാങ് ഓവർ കഴിഞ്ഞില്ല. കാരണം ഭഗവാൻ കൃഷ്ണൻ അതിനകത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് ആലോചിച്ചിട്ട് എനിക്ക് കുറച്ചു നേരം കൂടെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്തും കൊണ്ട് ഒരു ലോങ് ഡ്രൈവിന് പോയി. കാരണം കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പം എൻ്റെ മീ ടൈം നന്നായിട്ട് ഊറ്റി വലിച്ചെടുത്തു. വന്നടിക്കാൻ കുറച്ച് ഗ്രോസറീസ് മേടിച്ചു. ഞാൻ ശ്രദ്ധിച്ചുട്ടോ, കരഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ഗ്ലോ, എൻ്റെ സ്കിന്നിന് സീക്രറ്റ് മനസ്സിലാവുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ അതേ മുടി ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ലെറ്റ് മീ ഷോ യു എൻ്റെ സ്കാൽപ്പിൻ്റെ അവസ്ഥ. ഡാൻഡ്രഫ് ഫുള്ളി പോയിട്ടുണ്ട്. ഡാൻഡ്രഫ് കാണിക്കേണ്ട ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച എനിക്കൊരു വെള്ളമുടി. ഇതിന് മുമ്പ് എനിക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ വെള്ളമുടി വന്നപ്പോൾ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ ഇത്തവണ ഞാൻ പ്ലക്കർ വെച്ചു, ഒറ്റ കിളി. ദാറ്റ് വാസ് സോ സാറ്റിസ്ഫൈങ്. സാധാരണ ആൾക്കാർക്ക് ഇങ്ങനെ പിമ്പിൾ പൊട്ടിക്കാനല്ല തോന്നാറ്, പക്ഷെ എനിക്ക് ഇത് കിള്ളിക്കളയാണ് ഒന്നും കൂടെ ഇഷ്ടപ്പെടുന്നത്. അതായത് ഹോഹോബ ഓയിൽ അങ്ങോട്ട് കമിഴ്ത്തിയെ കുറച്ചെടുത്തും കൊണ്ട് ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്തു. വീണ്ടും ഞാൻ എൻ്റെ ഹെയർ ടൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബ്രെയ്ഡ് കെട്ടുമ്പോൾ ഏറ്റവും അവസാനം എനിക്ക് ഇത് കെട്ടണതാണ് ഒന്നും കൂടി ഇഷ്ടം. പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈൽ കെട്ടി. അപ്പോൾ ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.